അപ്പോൾ വീണ്ടും തമിഴ്നാട്ടിൽ നിന്ന് ഒരു പടത്തിൻ്റെ ട്രെയിലറിലൂടെ വന്നിട്ടുണ്ട്. കീർത്തി സുരേഷിൻ്റെ ഏറ്റവും പുതിയ ചിത്രമുള്ള റിവോൾവർ ഈത്ത. നമ്മളിതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചായി അത് ടീസർ റിയാക്ട് ചെയ്തിട്ട് കുറച്ചധികം മാസങ്ങളായി. 8 മാസം. ആ ഈ മഹാരാജയുടെ ഇത് ഡയറക്ടറോ അറിയത്തില്ല. മഹാരാജ നടക്കും. ആ നോക്കാം. അപ്പോൾ കീർത്തി സുരേഷ് ഹിന്ദിയിൽ നിന്ന് വീണ്ടും തിരിച്ചു വരികയാണ്, തമിഴിലേക്ക് തിരിച്ചു വരികയാണ്. അതെ. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാം. മേക്കേഴ്സ് ഓഫ് മഹാരാജ. മറ്റേ പുള്ളിയല്ലേ റെഡിൻ കിങ്സ്. அப்பா நேற்று நைட்ல இருந்து மிஸ்ஸிங். സുനിൽ எவ்வளோ அப்பாவுக்கு ஸ்கெட்ச் போட்டிருக்கான். பாண்டிச்சேரியில் ட்ராக்ல பாண்டியனுக்கு ஸ்கெட்ச் போடுறதுக்கு அவனுக்கு தைரியம் இருக்கும். அப்படியே ഓ ഒക്കെ മാസാണോ? எங்கடா என் அப்பா? സത്യത്തിൽ പറയാം. பேசவே முடியாது. அதுதான் வாயை போத்திட்டு இருக்கேன். പുള്ളിയായിട്ട് എല്ലാ സിനിമയിലും. பாண்டியனோட தலை உங்க கையில் இருக்கும். രാധിക ശരത് കുമാർ. எந்த வீடா? அந்த வீடு கட்சி. துண்டு துண்டா வெட்டி ஒரு 5 பயில கட்டி 6 பழத்தை கடலை போட்டாங்க. வந்து வீட்டுல செத்து கிடக்கிறது மட்டும் கோபிக்கு தெரிஞ்சிச்சு. நம்ம துண்டு துண்டா வெட்டி கொடுத்துறோம். என்னடி பண்ண போறோம்? லல்லு மூலமா எந்த பையன் அப்பனுக்கு ஸ்கெட்ச் போட்டிருந்தாலும் சரி. நான் அவனை தூக்குறேன். പുള്ളിയൊന്നുമില്ല കുമ്മേലടിക്കുന്ന நம்ம குடும்பத்துக்கு ஒரு பிரச்சனை வந்துச்சுன்னா அந்த பிரச்சனையில இருந்து நம்ம குடும்பத்தை காப்பாற்றுறதுக்காக நியாயம் தர்மம் உங்க கிட்டதான் கேட்கணும். பாவம் துரோகம் இதெல்லாம் எதுவும் பார்க்காது. நாம எதை செய்யணுமோ அது கரெக்டா செஞ்சிடலாம். கெட்ட வார்த்தை பேசுறா. ഷോൺ റോൾ 28-ാം തീയതി. എല്ലാം ഈ മാസമാണോ? ഇത്രയും പടങ്ങളാണ് ഒരു മാസം വരുന്നത്. എന്നാലും കീർത്തിയക്കയുടെ കൊലമാവ് ഗോകുലയാണോ? അതേപോലെ തോന്നുന്നുണ്ട്. ആക്ച്വലി ഇത് അവരുടെ വീട്ടിൽ വെച്ചിട്ട് മറ്റേ പുള്ളി മരിച്ചു പോകുന്നു. അപ്പനെ തട്ടിയ ആളെ. അതെ ഇതുപോലെ സാധനം. മറ്റേ മകൻ അപ്പൻ്റെ പഴയ ഗുണ്ടകളെ പഴയ ശത്രുക്കളെല്ലാം തപ്പിപ്പിടിച്ച് വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സാധനം വേറെ എവിടെ ഇല്ലായിരുന്നു. അപ്പനെ കാണുന്നില്ല. അപ്പോൾ അപ്പൻ്റെ പഴയ വില്ലന്മാരെയൊക്കെ തപ്പി ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. കോമഡി ആയിട്ടല്ലേ, സീരിയസ് പടമുണ്ട്. ഇത് അച്ഛനെ കാണാതാവുന്നു. പക്ഷെ ഇത് അച്ഛൻ ഇവിടെ കിടക്കുക, നോർമൽ വീട്ടിൽ കിടക്കുക. പക്ഷേ തപ്പി അച്ഛൻ്റെ പഴയ വില്ലന്മാരൊക്കെ ഓരോരുത്തരെ തപ്പി കണ്ടുപിടിച്ച് അവിടെയൊക്കെ ചെന്ന് ഓരോരുത്തരെയും കൊല്ലുന്നു. പക്ഷേ ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ടും അവരെ തട്ടുന്നു. അങ്ങനൊരു സാധനമുണ്ട്. ആണോ? ഇല്ലെങ്കിൽ നല്ല ഐഡിയ ആയിരുന്നു. പോയി അങ്ങനെ പടം വന്നിട്ടില്ലെങ്കിൽ ആ ഐഡിയ വെച്ചിട്ട് വേറെ സാധനം ഉണ്ടാക്കാം, കുഴപ്പമില്ല. പുതിയ ഐഡിയാസ് തരിക കേട്ടോ. നിങ്ങൾക്ക് സിനിമാക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എടുക്കാം, ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എടുക്കാം. ഐഡിയ എടുത്തു, കുഴപ്പമില്ല. അല്ല ഇത് കാണുമ്പം ശരി, നീ പറഞ്ഞ പോലെ കൊലമാവ് ഗോകുലയും ഒരു നാനർ റൗഡിദാനും. അത് രാധിക ശരത് കുമാറിനെ കണ്ടപ്പോഴാണ് പെട്ടെന്നൊരു നാനർ റൗഡിദാൻ വൈപടിച്ചു, കൊലമാവ് ഗോകുല വൈപടിച്ചു. അതിലെ ജോൺറെ രണ്ടിന്റെ ഏകദേശം സെയിം ആണ്. ഈ മിക്സ് ഓഫ് മൂവീസ് ഇങ്ങനെ ഇത് ഇവർ ഉദ്ദേശിക്കുന്നത് ഡാർക്ക് കോമഡി വൈബാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവർ ഈ കോമഡി എന്നുള്ളത് ഡാർക്ക് കോമഡിക്ക് അപ്പുറത്തേക്ക് മറ്റേ മെയിൻ കോമഡി മീറ്ററിലായിരിക്കും അത് പോണത്. പക്ഷേ കീർത്തി സുരേഷ് ആയതുകൊണ്ടുള്ളൊരു വില്ലന്മാർ ഡാർക്ക് കോമഡി വൈബിൽ തന്നെ പോകുന്നു. പക്ഷേ ഈ കിങ്സ്ലിയൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ കിങ്സ്ലി ആയിട്ട് തന്നെ എല്ലായിടത്തും വരും. എല്ലാ പടത്തിലും പുള്ളിക്ക് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ പ്രശ്നമില്ല, എല്ലാവർക്കും അഡ്ജസ്റ്റഡ് ആയി, അതുമായിട്ട് അങ്ങ് സെറ്റായി. കുറേ പേർക്ക് പുള്ളിയെ ഇഷ്ടമല്ല. പുള്ളി ഇഷ്ടമല്ലാത്ത പുള്ളിയുടെ ആ പോഷൻ വെറുക്കും. പുള്ളി വരുമ്പോൾ വലിയ പ്രശ്നമില്ലാത്തൊരു അത് ഓക്കെ ആണെന്നുള്ള ലൈനാണ്. എനിക്ക് തോന്നിയിട്ടുള്ള പുള്ളിയുടെ മീറ്റർ ഒരു ഇച്ചിരി താക്കാന്നുള്ളത് എപ്പോഴും.
അത് മറ്റേ ബ്ലഡി ബെഗറിൽ അത് കുറച്ച് നോർമലായിരുന്നു. ആ ബ്ലഡി ബെഗർ എന്ന് പറഞ്ഞ പടത്തിൽ കിങ്സ്ലിയുടെ മീറ്റർ കുറച്ച് താഴെയായിരുന്നു. എനിക്ക് നെൽസന്റെ കൂടെ അല്ലാണ്ട് കിങ്സ്ലിയെ വേറെ എവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ നെൽസന്റെ കൂടെ നെൽസനാണ് പുള്ളിയെ കൊണ്ടുവരുന്നത്. കാരണം നെൽസന്റെ ആദ്യം മുടങ്ങിപ്പോയ പടം മുതൽ പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ നെൽസനാണ് കൊണ്ടുവരുന്നത്. പുള്ളി എനിക്ക് പക്ഷെ നെൽസന്റെ വേൾഡിൽ പുള്ളി ഓക്കെ. അതെ, പക്ഷേ പുള്ളി എനിക്ക് വെറുത്ത് മറ്റേ ഇതിനകത്താണ് കങ്കു വേണം. കങ്കുവയിൽ എല്ലാരും പുള്ളിയെ പറ്റി മറ്റേ പുള്ളി പറയുന്നില്ലേ മൂന്ന് പിടിച്ചിട്ട് അല്ലേലേ കങ്കോ വെറുപ്പാണ്. അതിന്റെ ഇടയിൽ കിങ്സ്ലിയെ കൂടെ കാണുമ്പോഴത്തേനും അതെ അത്രേ ഉള്ളൂ. അത് ഡബിൾ ആവുന്നേ ഉള്ളൂ. അത് കിങ്സ്ലി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി പാവം, പുള്ളി നോർമൽ അവസ്ഥ അങ്ങനെയാണ്. കീർത്തി അക്കറിലേക്ക് വരും. അതെ, കീർത്തി സുരേഷ് ആക്ച്വലി ബോളിവുഡിൽ നിന്ന് തിരിച്ചു വരികയാണ്. കീർത്തി സുരേഷിൻ്റെ ഇതിനിടയ്ക്ക് പുള്ളിക്കാർ ഒരു OTT പടം ചെയ്തിരുന്നു, ഒരു തെലുങ്ക് പടം. OTT റിലീസായ ഒരു സിനിമ. ഇത് ആരും അറിഞ്ഞില്ല അതിനെപ്പറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലല്ല, സാനിക്കായതൊക്കെ അരുൺ മാത്തേശൻ. അത് നല്ല പടമായിരുന്നു. അതല്ല, ഇത് കഴിഞ്ഞിടയ്ക്ക് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു OTT പ്രൈമിൽ ഒരു പടം വന്നിരുന്നു, തെലുങ്ക് സിനിമ. എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതാരും തന്നെ അതിനെപ്പറ്റി പറഞ്ഞു കേട്ടില്ല. അത് ആ വഴിക്ക് പോയെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത തിയേറ്റർ റിലീസ് ഇതാണെന്ന് തോന്നുന്നു. സോ ഇതും ഈ പറയുന്ന ഈ ഡിലേ വന്നോണ്ടേ അതെ കുറച്ചായി. ഇപ്പം നമ്മളിൽ ടീസർ റിയാക്ട് ചെയ്തിട്ട് കുറച്ചധികം. ടീസർ അല്ലായിരുന്നു കേട്ടോ, അത് അനൗൺസ്മെൻറ്റ് ടീസറായിരുന്നു. അനൗൺസ്മെൻറ്റ് ടീസറായിരുന്നു നമ്മൾ റിയാക്ട് ചെയ്തത്. അത് കുറച്ചായി. അപ്പം അതിനകത്ത് എന്തുവായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. ഇതിനകത്ത് ഇപ്പം കുറച്ച് എന്തെങ്കിലുമൊക്കെ രസമുള്ള എലമെന്റ്സ് ഉണ്ടെന്ന് തോന്നി. ഇപ്പം ഈ മെയിൻ പ്ലോട്ടിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പ്ലോട്ട് നമുക്കിപ്പോൾ നമ്മളിങ്ങനെ നമ്മളൊരാൾ പ്ലോട്ട് പറഞ്ഞാൽ ചിലപ്പോൾ രസമായിരിക്കും. ഇതിനെ ഇവർ സിനിമയായിട്ട് എത്രത്തോളം ഫണ്ണായിട്ട് സാധനം ഇവർക്ക് ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ്. അമ്മ മാല ഇട്ടേക്കുന്നു ഇങ്ങനെ. അപ്പോൾ അവിടെ ഈ കൊലമാവുന്ന കാര്യം പറഞ്ഞാൽ ഇവരുടെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി തന്നെ ഇറങ്ങുന്ന ഒരു ഇതിൽ ഏറ്റവും നല്ല ഹ്യൂമറിൻ്റെ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലൊരു ഡെഡ് ബോഡി കിടക്കുകയാണ്. അപ്പോൾ ആ അമ്മയും മക്കളും കൂടെ ഇതിനെ എന്ത് ചെയ്യാമെന്നൊരു തീരുമാനം എടുക്കുമെന്നും അവരതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള സംഭവമുണ്ടല്ലോ. അവിടെ ഒരുപാട് കോമഡിക്ക് സ്കോപ്പ് ഉണ്ടാവും അവിടെ. പണ്ട് തൊട്ടേ കണ്ടുവരുന്നതാണ്. എത്രത്തോളം മാറ്റി ഇവർക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാന്നുള്ള ഒരു ലൈനാണല്ലോ. ഇടയ്ക്ക് കിങ്സ്ലി ഒന്ന് ഫാമിലി എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ അതായിരിക്കും പരിപാടി. വിൻ ഡീസലിന്റെ ഫേസ് ഫാമിലി. അപ്പോൾ എന്തായാലും പടം ഹിറ്റാവട്ടെ. കീർത്തി സുരേഷ് ഒറ്റയ്ക്ക് അല്ലേ? അതെ, സോളോ ഹീറോയിനായിട്ടുള്ളൊരു പരിപാടിയാണ്. അടുത്ത നയൻതാര ആവട്ടെ. ഓൾറെഡി നയൻതാരയാണ്. തമിഴിലും. തമിഴ് പടമാണോ? തമിഴായത് തമിഴാ? പുള്ളിക്കാരത്തി രണ്ടിടത്തും തമിഴ് പടം ചെയ്താൽ മതിയല്ലോ, എല്ലാ ലാംഗ്വേജിലേക്കും പോകും. ഇതെന്തായാലും ഹിന്ദിയിലും ഉണ്ടാവുമല്ലോ. സോ അപ്പോൾ നവംബർ 22 പടം റിലീസാണ്. വരട്ടെ, കണ്ടേക്കാം. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജോണറാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനിഷ്യലി ഒന്ന് പേടിച്ചിരുന്നു. പക്ഷേ ഇപ്പം സേഫാണ്. നമ്മളുമായിട്ട് ബന്ധമില്ല. നമുക്കതില്ല സാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫാണ് സാർ.